പപ്പാൻ്റെ വീട്ടിൽ ചെറിയൊരു സൽക്കാരം പോലെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. പപ്പാൻ്റെ അടുക്ക് പോകണ വഴിക്ക് നമ്മൾ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് ഇവരെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ് ഇവിടെ എത്തിയപ്പോൾ നല്ല കളിയാണ്. അവന് ബലൂൺ കിട്ടിയിട്ടുണ്ട്, നൈട്രജൻ ബലൂൺ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അയൽവക്കത്തുനിന്ന് അവർ പൂരത്തിന് പോയപ്പോൾ കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നല്ല കളിയാണ്. ഇമ്മമ്മയും തന്നെ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഓന് ആരെങ്കിലുമൊക്കെ കളിപ്പിക്കാനുണ്ടെങ്കിൽ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കും. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പോകാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. സമയം കുറേ വൈകി ഇപ്പം. അപ്പം അങ്ങനെ ചൂടാവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്കൊരു കുരങ്ങനെ കണ്ടപ്പോൾ നമ്മൾ റിവേഴ്സ് എടുത്തതാട്ടോ, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പപ്പാൻ്റെക്കുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പപ്പാൻ്റെ വീട് കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ നല്ല കാടന്നെയാണ് കേട്ടോ അവിടെ. നമ്മൾ ഈ പോണ വഴിക്ക് അപ്പോൾ നമ്മൾ ഇങ്ങനെ വഴിയൊക്കെ ആസ്വദിച്ച് മെല്ലെ മെല്ലെയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ കാലം മുന്നേ ഇവിടെ കുറേ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലൊക്കെ ഞാനൊരു 10th പഠിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വിരുന്നൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ വിരുന്ന് നിൽക്കലൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വരും പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് കാണാൻ. ചുറ്റും കാടൊക്കെ ആയിട്ട് സൈഡിലൊരു ചെറിയ അരുവി പോലെ ഒരു തോടൊക്കെ ഉണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ ഇതിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതിലിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഫോറസ്റ്റിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പപ്പാൻ്റെ അടുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വഴിയാണ് കേട്ടോ, ഒരു ബൈക്ക് മാത്രമേ പോവുള്ളൂ. അതുകൊണ്ട് കാറ് നമ്മൾ കുറച്ച് ദൂരെ മാറ്റിയിട്ടേക്കാണ്. എന്നിട്ട് നമ്മൾ നടന്നാണ് പോരുന്നത്. ചെറിയ ഒരു ബൈക്കൊക്കെ പോകുന്ന അത്രയും ഒരു സ്പേസ് ഉള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പപ്പാൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ആ മന്തി ആട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ മന്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ അതിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐസോനാണെങ്കിൽ റോട്ടിലേക്ക് ഇറക്കി വിട്ട സന്തോഷത്തിൽ ഓനങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ കൈ പിടിക്കാൻ നോക്കുമ്പോൾ ഓൻ എങ്ങനെയാണെങ്കിലും സമ്മതിക്കില്ല, ഓനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കണം. ഐസോന് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇതായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചെറിയ തോട്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അതിൽ നല്ല വെള്ളം ഉണ്ടാവും. ഇപ്പോൾ എല്ലാം വറ്റി തീരെ വെള്ളമില്ലാതായി നിൽക്കുക കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഗ്രൗണ്ടാണ്. ഇവിടെയുള്ള കുട്ടികളൊക്കെ ആ ഗ്രൗണ്ടിലേക്കാണ് കളിക്കാൻ വരല് കേട്ടോ. അങ്ങനെ കാക്ക ഇങ്ങനെ ഐസോൻ്റെ കൈ പിടിക്കാൻ നോക്കും, ഓനപ്പത്തേക്ക് കൈ പിടിക്കും. അങ്ങനെ രണ്ടും നടന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒരു ആ പരിപാടി തുടർന്നുകൊണ്ടേ നിൽക്കുക കേട്ടോ. കൈ പിടിക്കും, ഓൻ തായിരിക്കും. ഇതന്നെ റിപ്പീറ്റ് കേട്ടോ. ഓനിങ്ങനെ കൈ പിടിച്ച് നടക്കണത് ഇഷ്ടമല്ല കേട്ടോ. ഓനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണം. പിന്നെ ഇങ്ങനെ അയച്ച് വിട്ടൊക്കെയല്ലേ ഇങ്ങനെ സ്ഥലത്ത് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഒറ്റയ്ക്ക് നടക്കാൻ. ഇങ്ങനെ കൈ പിടിക്കുന്നതിനനുസരിച്ച് അവൻ അവിടെ നിലത്തിരുന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ അതിലാറ് വലിയ കാഴ്ച. കുറേ ആൾക്കാർ തുണി ഇതൊക്കെ വിരിച്ചിട്ട് പുഴയിലിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവർ പൊന്നരിക്കാനും മീൻ പിടിക്കാനും വന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇവരവിടെ ആക്കിയിട്ട്. ഈ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടമല്ലേ. അങ്ങനെ നമ്മളെല്ലാവരെയും ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ഒറ്റക്കായി നമ്മൾ വീട്ടിലേക്ക് പോകും. നമ്മുടെ ആളപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം വാശി കാട്ടി ഉറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ പോയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.